ടു സ്റ്റുഡന്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ഓഫ് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് 4 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണുള്ളത്. അത്ര വലിയ കഷ്ടമുള്ള ടോപ്പിക്സ് ഒന്നും അല്ല കേട്ടോ, ഈസി ആയിട്ട് ടോപ്പിക്സ് ആണ്. ഒരു 90% തിയറിയാണ്, ബാക്കി കുറച്ച് 2 ഇക്വേഷൻസ് ഒക്കെ മറ്റു പഠിക്കാനുള്ളൂ, 2 ഗ്രാഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാമല്ലോ. അപ്പൊ റാപ്പിഡ് കോഴ്സിന്റെ കാര്യം അറിയാതെ പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ പ്രൊവൈഡ് ഉണ്ട്. എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. സോ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കും. ദാറ്റ് ഈസ് നമുക്ക് ഇന്ന് മുതൽ, ദാറ്റ് ഈസ് ഫെബ്രുവരി മുതൽ മാർച്ചിനകത്ത് നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ആവും എന്ന രീതിക്ക് സ്റ്റുഡന്റ് റാപ്പിഡ് കോഴ്സിന്റെ 2nd ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഫർദർ ഡൗട്ട്സോ ഡീറ്റെയിൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഇപ്പൊ ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലെ. നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് 4 എണ്ണമാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ് 1ാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്. 2ാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആൻഡ് ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ്. ഓക്കെ, 3ാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ, ദാറ്റ് ഈസ് അരീനിയസ് ഇക്വേഷൻ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ ഫോക്കസ് ഏരിയ PDF ഉണ്ടല്ലോ, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ PDF ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സാധനം. അതിന്റെ ബേസിസിലാണ് സ്റ്റുഡന്റ് എല്ലാം, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ നടത്തുന്ന ക്ലാസ് അല്ലെങ്കിൽ സൂം വഴി നടത്തുന്ന ലൈവ് ക്ലാസ്സസ് ഉണ്ടല്ലോ റാപ്പിഡ് കോഴ്സിന്റെ, അതാണെങ്കിലും ഇപ്പൊ വീഡിയോസിലൂടെ ആണെങ്കിലും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ PDF ആണ്. ഇപ്പൊ എന്തെങ്കിലും ഞാൻ പറയുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ കിടക്കാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളത്തിൽ പറയാം, എന്നിട്ട് ഇംഗ്ലീഷിൽ വായിക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. Rate of a chemical reaction is the change in concentration of any of the reactant or product in unit time. അപ്പോൾ എന്താ പറയാ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് സമയത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു റിയാക്ടന്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെയോ അതിന്റെ കോൺസെൻട്രേഷനിൽ സംഭവിക്കുന്ന മാറ്റം അല്ലെങ്കിൽ ചേഞ്ചിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷന്റെ വേഗത എന്ന് നമുക്ക് പറയാനും പറ്റും. Rate of a chemical reaction is a change in concentration of any of the reactant or product in unit time. Okay അല്ലേ. ഇനി ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗത അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 1ാമത്തെ കാറ്റഗറിയാണ് ആവറേജ് റേറ്റ്, 2ാമത്തെ കാറ്റഗറിയാണ് ഇൻസ്റ്റന്റീനിയസ് റേറ്റ്. 1ാമത്തെ റേറ്റ് അല്ലെങ്കിൽ 1ാമത്തെ കാറ്റഗറിയാണ് ആവറേജ് റേറ്റ്. ആവറേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇപ്പൊ +2 മാർക്ക് എന്റെ +2 മാർക്ക് എന്ന് പറയുന്നത് എന്റെ +1ന്റെ മാർക്ക് +2ന്റെ മാർക്ക് ഡിവൈഡഡ് ബൈ 2 ആണ് എന്റെ +2 കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന മാർക്ക്. സോ ആവറേജ് ഓഫ് +1 ആൻഡ് +2 ആണ് എന്റെ +2 മാർക്ക്. മനസ്സിലായോ? അപ്പൊ അതേപോലെയാണ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. അതായത് 1 മണി മുതൽ 1:10 വരെ നടക്കുന്ന എത്ര റിയാക്ഷൻ നടന്നു എന്നുള്ളതാണ് ആവറേജിൽ വരിക. മനസ്സിലായോ? അടുത്ത കാറ്റഗറിയാണ് ഇൻസ്റ്റന്റീനിയസ് റേറ്റ്. ഒരു സ്പെസിഫിക് സമയത്ത് എത്ര നടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 1 മണി മുതൽ 1:10 വരെ നടക്കുന്ന റിയാക്ഷൻ എത്രത്തോളം നടന്നു എന്നുള്ളതാണ് ആവറേജിൽ വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ നമ്മുടെ ഇൻസ്റ്റന്റീനിയസിൽ അങ്ങനെയല്ല. 1 മണിക്ക് എത്ര നടന്നു, 2 മണിക്ക് എത്ര നടന്നു, അതാണ് ഇൻസ്റ്റന്റീനിയസ് റേറ്റ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നടക്കുന്നത്, അവിടെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഇന്റർവെല്ലിൽ നടക്കുന്നത്. രണ്ടിനും വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാത്തേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഫുൾ തിയറീസ് ആണ്. സോ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ എന്തെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്നും എന്താ പറയാ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന 6 ഫാക്ടേഴ്സ് ആണുള്ളത്. മിനിമം 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, നേച്ചർ ഓഫ് റിയാക്ടന്റ്. 1ാമത്തെ ഫാക്ടർ വിച്ച് എഫക്ട്സ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് നേച്ചർ ഓഫ് റിയാക്ടന്റ്. 2ാമത്തെ ഇസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. 3ാമത്തെ ടെമ്പറേച്ചർ. 4th one is pressure. 5th one is effect of catalyst. And last one, that is 6ാമത്തെ ആണ് ഇൻഫ്ലുവൻസ് ഓഫ് റേഡിയേഷൻ. സോ മിനിമം 4 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. സോ 2 മാർക്കിലാണ് നിങ്ങൾക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ചോദിക്കുന്നത് എങ്കിൽ 4 എണ്ണം എഴുതണമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. സോ എക്സ്ട്രാ ഒരെണ്ണം എപ്പോഴും പഠിച്ചേക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും മറന്നുപോയി കഴിഞ്ഞാൽ എപ്പോഴും എക്സ്ട്രാ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ 1ാമത്തെ നേച്ചർ ഓഫ് റിയാക്ടന്റ്, 2ാമത്തെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, 3ാമത്തെ ടെമ്പറേച്ചർ, 4ാമത്തെ പ്രഷർ, 5ാമത്തെ ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആൻഡ് 6ാമത്തെ ഇൻഫ്ലുവൻസ് ഓഫ് റേഡിയേഷൻ. ഓക്കെ അല്ലേ. അടുത്ത നമുക്കൊരു ലോയിലേക്ക് കിടക്കാം. റേറ്റ് ലോ എന്ന് പറഞ്ഞൊരു ലോയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. റേറ്റ് ഓഫ്
a reaction is directly proportional to concentration of reactant. എളുപ്പമല്ലേ? Rate of a reaction, നമ്മൾ എന്താണ് റേറ്റ് എന്ന് പഠിച്ചു? സ്പീഡ് അല്ലേ? അപ്പൊ rate of a reaction is directly proportional to concentration of reactant. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇക്വേഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാലോ. സോ ഞാനൊരു ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ കെമിക്കൽ റിയാക്ഷന്റെ ഒരു ജനറൽ ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. AA plus BB gives CC plus DD. ഓക്കെ അല്ലെ? ഇനി ഇതിന്റെ ബേസിസിൽ നമ്മുടെ റേറ്റ് ലോ പ്രകാരം എന്താണ്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. എങ്ങനെയാണ് ഈ കോൺസെൻട്രേഷൻ? ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി. ഈ മേലെ വന്നിരിക്കുന്ന പവർ എന്ന് പറയുന്നത് ഇതിന്റെ ഒന്നില്ലെങ്കിൽ ഈ മേലെ വന്നിരിക്കുന്ന പവർ എപ്പോഴും ഈ എയിനോടും ഈ സ്മോൾ ലെറ്റർ എയിനോടും ഈ സ്മോൾ ലെറ്റർ ബിനോടും ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഈക്വൽ അല്ലാതെയും ആവാം. എല്ലാ കേസിലും നമ്മുടെ ഈ സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈയും ഇവിടെ കാണുന്ന സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിനോടും ഈക്വൽ ആവും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഈക്വൽ ആവാം, ഈക്വൽ ആവാതെയും ഇരിക്കാം. ഓക്കെ അല്ലെ? അപ്പൊ റേറ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് rate of a reaction is directly proportional to concentration of reactant. So generally നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതി AA plus BB gives CC plus DD എന്നുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതി. സോ അതിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ rate is directly proportional to concentration of A raised to X into concentration of B raised to Y. Okay, ഈ എക്സും വൈയും എനോടും ബിനോടും എപ്പോഴും ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ അപ്പൊ നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരാം അല്ലെ? അങ്ങനെയാണെങ്കിൽ rate is equal to സ്മോൾ ലെറ്റർ R വെച്ച് റെപ്രസെന്റ് ചെയ്തു. rate is equal to K into concentration of A raised to X into concentration of B raised to Y. ഒന്നും ചെയ്തില്ല, ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എന്ത് കൊണ്ടുവന്നു? K എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. ഈ K ആണ് റേറ്റ് കോൺസ്റ്റന്റ്. ഈ K ആണ് റേറ്റ് കോൺസ്റ്റന്റ്. ഈസി അല്ലേ? ഇപ്പൊ റേറ്റ് ലോ നമ്മൾ പഠിച്ചില്ലേ? റേറ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. സോ നമ്മൾ അതിന്റെ ഇക്വേഷനും പഠിച്ചു. ക്ലിയർ ആയിട്ടാവുമല്ലോ? ഇനി ഞാൻ കാര്യം പറയാം. റേറ്റ് ലോ അല്ലെങ്കിൽ നമ്മുടെ റേറ്റ് ലോ ഇക്വേഷനിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ടേമിന്റെ മുകളിലുള്ള പവറുകളില്ലേ, ഈ എക്സും ഈ വൈയും അല്ലെ? ഈ എക്സും ഈ വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും സം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ കിട്ടും. ഇതൊന്ന് അറിഞ്ഞിരിക്കണം, പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? നമ്മുടെ റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ പ്രകാരമുള്ള ഇക്വേഷനിലെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവർ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ കിട്ടും. അപ്പൊ എങ്ങനെ ഓർഡർ കിട്ടാന്ന് മനസ്സിലായില്ലേ? ഈ കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലെ? ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. സോ ഞാൻ ഓർഡറിൽ ഒരു പോയിന്റ് വായിക്കാം, മോളിക്കുലാരിറ്റിയിൽ ഒരു പോയിന്റ് വായിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം വൃത്തിയായിട്ട് മനസ്സിലാവും. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ഓർഡർ it is the sum of the powers of the concentration terms in the rate law expression. എന്താണ്? നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷന്റെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുക. അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കാം. It is the sum of the powers of the concentration terms in the rate law expression. ഇതാണ് ഓർഡർ. അപ്പൊ മോളിക്കുലാരിറ്റി എന്താണെന്ന് ഞാൻ വായിക്കട്ടെ. It is the total number of reactant species collide simultaneously in a chemical reaction. എത്ര എണ്ണം റിയാക്ടന്റ് സ്പീഷീസുകൾ കൂട്ടിമുട്ടിയിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ്. അപ്പൊ എത്ര എണ്ണം എന്നാണ് ഇവിടെ അർത്ഥം. സോ ഒന്നുകൂടെ വായിക്കാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് ദാറ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ മോളിക്കുലാരിറ്റി മനസ്സിലായില്ലേ? ഓർഡർ മനസ്സിലായില്ലേ? സോ ഒന്നാമത്തെ പോയിന്റ് പക്കയായല്ലോ. ഇനിയുള്ള പോയിന്റ്സ് ഒക്കെ ചെറുതാണ് കേട്ടോ. സോ ജസ്റ്റ് പഠിച്ചേക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഓഫ് നമ്മുടെ ഓർഡറിന്റെ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. ഓർഡർ എക്സ്പെരിമെന്റിലൂടെ കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, ഇത് ദാറ്റ് ഈസ് നമ്മുടെ ഓർഡറും മോളിക്കുലാരിറ്റി തമ്മിലുള്ള വ്യത്യാസമല്ലേ പറയുന്നത്. ഓർഡർ മോളിക്കുലാരിറ്റി നമ്മളുടെ ആദ്യത്തെ വ്യത്യാസം ഞാനിപ്പോ ആദ്യം പറഞ്ഞു തന്നു. എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു തന്നു. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്, എക്സ്പെരിമെന്റിലൂടെ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. പക്ഷെ നമ്മുടെ മോളിക്കുലാരിറ്റി അങ്ങനെയല്ല. മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഇത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ അല്ലേ?
അടുത്തതിലേക്ക് കിടക്കട്ടെ, മൂന്നാമത്തെ ഡിഫറൻസിലേക്ക് കിടക്കട്ടെ. മൂന്നാമത്തെ ഡിഫറൻസ്, ഇറ്റ് ക്യാൻ ബി 0 ഓർ ഫ്രാക്ഷണൽ. അതായത് ഓർഡർ 0 ആവാം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ആവാം. 1/2, 2/3, 4/5 അങ്ങനെയൊക്കെ ആവാം. ഏത് ഓർഡർ. പക്ഷേ മോളിക്കുലാരിറ്റി കനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. അതായത് എന്താ പറയാ, ഇപ്പം 1/2 നമ്പർ ഓഫ് മോൾസ് റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയാ ഹാഫ് സാധനങ്ങൾ റിയാക്ട് ചെയ്തു എന്ന് പറയോ. നമ്മൾ പറയും ഒരു മോള് ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ ഒരു ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്തു. ഓക്കെ അല്ലേ? അതായത് ഹാഫ് ഹൈഡ്രജൻ ഹാഫ് ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ഹാഫ് H2O പ്രൊഡ്യൂസ് ചെയ്തു പറയും. അതായത് പൊതുവെ എല്ലാ കേസിലും മോളിക്കുലാരിറ്റി ഒരിക്കലും എന്താവില്ല, 0യോ ഹാഫോ ഫ്രാക്ഷണൽ വാല്യൂസോ ആവില്ല. പക്ഷെ നമ്മുടെ ഓർഡർ അങ്ങനെയല്ല, 0 ആവാം ഫ്രാക്ഷണൽ ആവാം കേട്ടോ. വ്യത്യാസം മനസ്സിലായില്ലേ? ഏറ്റവും ലാസ്റ്റ് ഡിഫറൻസിലേക്ക് കിടക്കട്ടെ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ബോത്ത് എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് എലമെന്ററി റിയാക്ഷൻ, അതായത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിലും കോംപ്ലക്സ് റിയാക്ഷൻ ഒരുപാട് സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷനിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എലമെന്ററി റിയാക്ഷനിൽ മാത്രമേ നമുക്ക് മോളിക്കുലാരിറ്റി ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. സോ നോട്ട്സ് ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാമല്ലോ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? ഞാൻ വായിക്കട്ടെ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ നമുക്ക് ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഇക്വേഷൻ ഒരു ഡെറിവേഷനിലൂടെ കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. പക്ഷെ നമുക്ക് ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. സോ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ is equal to K is equal to 2.303/T log concentration of R0 divided by concentration of R. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ K is equal to 2.303/T log concentration of R0 by concentration of R ആണ്. ഇവിടെ K എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആണ്. R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കണം. R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0, ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് R കേട്ടോ. ഇനി ഈ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷന്റെ ബേസിസിൽ നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷന്റെ ബേസിസിൽ ഒരു ഗ്രാഫ് വരയ്ക്കാം. എക്സ് ആക്സിസിൽ ടൈം വരും, y ആക്സിസിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് വരും. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഓക്കെ, ഞാനൊരു നെഗറ്റീവ് സ്ലോപ്പ് ആണ് ഞാൻ വരച്ചിരിക്കുന്ന ഗ്രാഫ്. ഇതിന്റെ ഗ്രാഫ് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണ് കേട്ടോ. ഈ നെഗറ്റീവ് സ്ലോപ്പ് ഇവിടെ തട്ടുന്ന ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ പോയിന്റ് y ഇന്റർസെപ്റ്റ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0 റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് കേട്ടോ. ഇനി K എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഗ്രാഫ് ക്ലിയർ ആണോ? നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷന്റെ ബേസിസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എക്സ് ആക്സിസിൽ T, y ആക്സിസിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R. ഓക്കെ, ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സോ K is equal to നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഈ നെഗറ്റീവ് സ്ലോപ്പ് നമ്മുടെ y ആക്സിസിൽ തട്ടുന്ന ഈ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0 ആണ്. ക്ലിയർ അല്ലേ? സോ ഇതിന്റെ ബേസിസിൽ ഒരു ഗ്രാഫ് ഇന്റഗ്രേറ്റഡ് ഫസ്റ്റ് ലോ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ ഗ്രാഫ് വൃത്തിയായിട്ട് വരയ്ക്കുമല്ലോ അല്ലെ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അപ്പൊ എന്താണ് നമ്മളിപ്പോ ഇത്ര നേരം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതിന്റെ ഗ്രാഫും ആയിരുന്നു. പക്ഷെ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ പഠിച്ചില്ല അല്ലെ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ റിയാക്ഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതിന്റെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ പവർ 1 ആയിരിക്കും. കോൺസെൻട്രേഷൻ പവർ 1 ആയിരിക്കും. അതായത് ഇവിടെ കോൺസെൻട്രേഷൻ പവർ 1 ആയിരിക്കും. ഓർഡർ ഫസ്റ്റ് ഓർഡർ എന്നല്ലേ പറയുന്നത്. സോ കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഓക്കെ അല്ലേ? ഓർഡർ 1 ആയിരിക്കും. അതിന് എക്സാമ്പിൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. ഹൈഡ്രോജിനേഷൻ ഓഫ് എത്തീൻ. ഹൈഡ്രോജിനേഷൻ ഓഫ് എത്തീൻ രണ്ട് എക്സാമ്പിൾ ചോദിച്ചു വെച്ചാൽ മതി. ഓൾ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീകേ. ഒന്നാമത്തെ എക്സാമ്പിൾ ഹൈഡ്രോജിനേഷൻ ഓഫ് എത്തീൻ, രണ്ടാമത്തെ എക്സാമ്പിൾ ഓൾ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്റ്റീവ് ഡീകേ. ഓക്കെ അല്ലേ? ഇനി നമുക്ക്
ഇപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്താണ്, സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഓർഡർ 1 ആയിരിക്കും ആൻഡ് അവർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപെൻഡ് ചെയ്യും. അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും പഠിച്ചു. ഇനി സീറോ ഓർഡർ റിയാക്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും? സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഒരിക്കലും സീറോ ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപെൻഡ് ചെയ്യില്ല. സീറോ ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപെൻഡ് ചെയ്യില്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപെൻഡ് ചെയ്യും. സീറോ ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപെൻഡ് ചെയ്യില്ല. സെക്കൻഡ് ഓർഡർ റിയാക്ഷനിലേക്ക് കടക്കട്ടെ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപെൻഡ് ചെയ്യും. ഫസ്റ്റ് ഓർഡർ പോലെ തന്നെ ചെയ്യും, പക്ഷെ അവര് ഓർഡർ 2 ആയിരിക്കും. സെക്കൻഡ് ഓർഡർ എന്നല്ലേ, അപ്പൊ സെക്കൻഡ് ഓർഡർ എന്ന് വെച്ചാൽ ഓർഡർ 2 എന്നല്ലേ, ഫസ്റ്റ് ഓർഡർ എന്നല്ലേ, അപ്പൊ ഓർഡർ 2 അല്ലേ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ അവർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷനെ ഡിപെൻഡ് ചെയ്യും. നമ്മുടെ ഫസ്റ്റ് ഓർഡർ പോലെ തന്നെയാണ്, ഡിപെൻഡ് ചെയ്യും. പക്ഷെ അവരുടെ കോൺസെൻട്രേഷൻ ടേംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുക. അതായത് ഓർഡർ 2 ആണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓർഡർ മനസ്സിലായില്ലേ, സെക്കൻഡ് ഓർഡർ മനസ്സിലായില്ലേ, സീറോ ഓർഡർ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സൂഡോ അതായത് ഞാൻ പറഞ്ഞുതരാം. സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. സൂഡോ ഓക്കെ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ these are reactions which appear to follow higher order but actually follow first order. നമുക്ക് കാണുമ്പോൾ ഒരു റിയാക്ഷൻ കാണുമ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അത് എന്ത് തോന്നും? കാണുമ്പോൾ വലിയ ഓർഡർ ആണെന്ന് തോന്നും, 2, 3, 4 ഓർഡർ കാണിക്കുന്ന റിയാക്ഷൻ ആണെന്ന് തോന്നും. പക്ഷെ ശരിക്കും അവർ എന്ത് റിയാക്ഷൻ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. മനസ്സിലായോ? കാണുമ്പോൾ വലിയ വാല്യൂ ആയിരിക്കും അതിന്റെ ഓർഡർ എന്ന് തോന്നും, പക്ഷെ ശരിക്കും അത് 1 ആണ്. ഇതാണ് സൂഡോ എന്ന് പറയാൻ കാരണം. സൂഡോ എന്ന് വെച്ചാൽ എന്താണ്? ഫാൾസ് എന്നല്ലേ അർത്ഥം. സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിന്റെ 2 എക്സാമ്പിൾസ് വെച്ചാൽ പറഞ്ഞുതരാം, പഠിച്ചു വെക്കണേ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ പഞ്ചസാര, നമ്മള് ഷുഗർ കെയിനിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയാണ് കെയിൻ ഷുഗർ അല്ലെ. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറും നമ്മുടെ സൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ് പീരീഡ്, ഹാഫ് ലൈഫ് ടൈം പീരീഡ് എന്നൊക്കെ നമ്മൾ പറയും. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ ആദ്യം എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ഹാഫ് ഓഫ് ദ റിയാക്ടന്റ് കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ്. അതായത് 10 കിലോ റിയാക്ടന്റ് 5 കിലോ ആയി കുറയാൻ, ബാക്കി 5 കിലോ എവിടെ പോയി? പ്രൊഡക്റ്റ് ആയിട്ട് മാറി അല്ലെ. സോ പകുതി റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ എടുക്കുന്ന സമയത്തിനെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയാം. ഓക്കെ, അതന്നെ നമുക്ക് അത്രയ്ക്ക് എളുപ്പത്തിലല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. 1 കിലോ പഞ്ചസാര 1/2 കിലോ ആയി മാറാൻ എടുക്കുന്ന സമയം. അപ്പൊ ബാക്കി 1/2 കിലോ എവിടെ പോയി? കൊണ്ടുപോയതല്ല, അത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയതാണ്. ഓക്കെ, പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരിക്കലും എക്സസ് ആയിട്ട് എവിടത്തും ഒന്നും കയറി വരില്ല. നമ്മൾ കൊടുത്ത സാധനം പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ കിട്ടും. സോ നമ്മൾ 1 കിലോ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ½ kg എന്തായിട്ട് മാറി? പ്രൊഡക്റ്റ് ആയിട്ട് മാറി. റെസ്റ്റ് ഹാഫ് ഇവിടെ ഉണ്ടല്ലോ. സോ ബാക്കി ഹാഫ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ എത്ര സമയം എടുത്തു എന്നുള്ളതാണ് ഹാഫ് ലൈഫ് പീരീഡ്. ഓക്കെ അല്ലേ? ഒന്നുകൂടി ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ഹാഫ് ഓഫ് ദ റിയാക്ടന്റ് കൺവേർട്ടഡ് ഇൻടു പ്രൊഡക്റ്റ്. ഇതിനെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയാം. നമ്മൾ അതിനെ ടി ഹാഫ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹാഫ് ലൈഫ് പീരീഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ടി ഹാഫ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഹാഫ് ലൈഫ് പീരീഡിനെ ടി ഹാഫ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഒരു ചെറിയ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓർഡർ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസ് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾക്കറിയാം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ? K is equal to 2.303 by T log concentration of R naught divided by concentration of R ആണ്. ശരിയല്ലേ? ഇതല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പില് ഈ കെനെ ഇങ്ങോട്ടേക്കും ടീനെ ഇങ്ങോട്ടേക്കും കൊണ്ടുപോവാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി അല്ലേ? ഹാഫ് ലൈഫ് പീരീഡ് അല്ലേ? ടി അല്ലേ? സോ കെനെ ഇങ്ങോട്ടേക്കും ടീനെ ഇങ്ങോട്ടേക്കും കൊണ്ടുപോവാം. അപ്പൊ എന്തായി? T is equal to 2.303 by K log concentration of R naught divided by concentration of R എന്നായി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിനെ കൂട്ടിക്കൊണ്ടു, അതിനെ കൂട്ടിക്കൊണ്ടു, അത്രയും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ സംഭവം അതായത് ടി എന്ന് പറയുന്നത്
പറയുന്നത് സമയം പകുതിയാവുമ്പോൾ, അതല്ലേ നമ്മുടെ പരിപാടി അല്ലെ? ടി ഹാഫ് ആവുമ്പോൾ അല്ലെ? സോ ടി എന്തായി മാറി? ടി ഹാഫ് ആയിട്ട് മാറി. സമയം പകുതി, നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് അല്ലേ കണ്ടുപിടിക്കുന്നത്. സോ ടി എന്തായി മാറി? ടി ഹാഫ് ആയിട്ട് മാറുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്താവും? പകുതിയാവും അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ടി ഹാഫ് ആവുന്ന സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, ഫൈനൽ കോൺസെൻട്രേഷൻ എന്തായി? പകുതിയായി. ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയായി. അതായത് സമയം പകുതിയാവുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കാട്ടോ, ടി ഹാഫ് ആവുമ്പോൾ, സമയം പകുതിയാവുമ്പോൾ, നിങ്ങളിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് 10 മിനിറ്റിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അത് 10 മിനിറ്റിൽ കെമിക്കൽ റിയാക്ഷൻ ഓക്കെ ആവട്ടെ. 10 മിനിറ്റ് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ 5 മിനിറ്റ് കഴിഞ്ഞു, അതായത് പകുതി കഴിഞ്ഞു. അപ്പൊ ടി എന്തായി? ടി ഹാഫ് ആയി. അപ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, ഫൈനൽ കോൺസെൻട്രേഷൻ, റിയാക്ടന്റിന്റെ ഫൈനൽ കോൺസെൻട്രേഷൻ അതായത് 6 എന്തായി മാറും? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, തുടക്കത്തിൽ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷന്റെ പകുതി ആയില്ലേ? 10 കിലോ ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവസാനം എന്തായി മാറി? 10 കിലോ എന്നുള്ളത് തുടക്കത്തിന്റെ പകുതിയായി, അതായത് 10ന്റെ പകുതി 5 ആയിട്ട് മാറി. അതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി, അതായത് R0ന്റെ പകുതി എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നമുക്ക് ഈക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ ടിക്ക് പകരം ടി ഹാഫ് വന്നു. ടി ഹാഫ് is equal to 2.303 by K log concentration of R0 divided by concentration of R0 by 2. കാര്യം മനസ്സിലായോ? ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ആറിന്റെ അവിടെ R is equal to concentration of R0 by 2 അല്ലേ? സോ ഞാനത് മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ട് ഈ പെർട്ടിക്കുലർ സാധനത്തിൽ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ടി ഹാഫ് is equal to 2.303 by K log 2 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലേ? ലോഗ് 2ന്റെ വാല്യൂ എത്രയാണ്? ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. എന്താ വാല്യൂ? ഞാൻ ഇപ്പൊ ബോർഡിൽ എഴുതാം. ടി ഹാഫ് is equal to 2.303 by K log 2ന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. 0.3010. ഓക്കെ അല്ലേ? ഇതല്ലേ വാല്യൂ നമ്മുടെ കാൽക്കുലേറ്ററിൽ വന്നത് അല്ലേ? അപ്പൊ 2.303 into 0.3010 എന്താ വാല്യൂ വരിക? അത് 3 കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് വാല്യൂ കിട്ടും 0.693 എന്ന് കിട്ടിയോ? കിട്ടിയില്ലേ? 0.693 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു കെ ഇല്ലേ? കെ. അപ്പൊ ടി ഹാഫ് is equal to, ഇതൊക്കെ ഞാൻ വായിക്കട്ടെ. T half is equal to 0.693 by K. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഒന്നുമില്ല. ഈസി ഡെറിവേഷൻ ആണ്, പഠിച്ചു വെക്കണം. എന്തായാലും ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം. റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അതായത് ഒരു റിയാക്ഷന്റെ വേഗതയും ടെമ്പറേച്ചറും, താപനിലയും ടെമ്പറേച്ചർ എന്ന് പറയാം, ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്. അത് റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം കാണിച്ച സയന്റിസ്റ്റ് ആണ് അരീനിയസ്. അരീനിയസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് റേറ്റ് ഓഫ് റിയാക്ഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തി നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് പഠിക്കണം. അപ്പോൾ അരീനിയസ് ഇക്വേഷൻ gives the relationship between rate of reaction and its temperature. Okay, Arrhenius equation ഞാൻ ബോർഡിൽ ഇടാം കേട്ടോ. K is equal to AE raised to minus EA by RT. K is equal to AE raised to minus EA by RT. Okay അല്ലേ? ഇനി ഞാൻ ഓരോരോ ടേംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ. K എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്? അരീനിയസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അരീനിയസ് കണ്ടുപിടിച്ച ഇക്വേഷനിൽ അരീനിയസ് കോൺസ്റ്റന്റ്. ഓക്കെ, E എന്ന് പറയുന്നത് E raised to minus EA by RT യില് ഈ raised to minus EA എന്ന് പറയുന്നതില്ലേ, EA അല്ലേ, അത് ആക്ടിവേഷൻ എനർജിയാണ്. ആക്ടിവേഷൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ടു ടേക്ക് പ്ലേസ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അവർക്ക് വേണ്ട മിനിമം എനർജി. ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് വേണ്ട എനർജിയാണ് ആക്ടിവേഷൻ എനർജി, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ആക്ടിവേഷൻ എനർജി, EA ആണ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. അപ്പൊ മനസ്സിലായില്ലേ? റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇക്വേഷൻ ആണ് അരീനിയസ് ഇക്വേഷൻ. മനസ്സിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. K is equal to AE raised to minus EA by RT. ഇനി ടെമ്പറേച്ചറിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ, ടെമ്പറേച്ചറിൽ വ്യത്യാസം സംഭവിക്കുക
വെച്ച് കഴിഞ്ഞാൽ T1ഉം T2ഉം ഒക്കെ ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾക്ക് ഇതിൽ വേറൊരു ഇക്വേഷൻ കിട്ടും. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഞാൻ ഇനി ബോർഡിൽ എഴുതി തരാം. ഓക്കെ, log K2 by K1 is equal to EA by 2.303 or T2 minus T1 divided by T1 T2. ഈ ഇക്വേഷൻ ആണ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ. ഒന്നുമില്ല, ലോഗ് അപ്ലൈ ചെയ്തു അത്രേ ഉള്ളൂ. ലോഗ് K2 by K1 is equal to EA by 2.303 r T2 minus T1 by T1 T2. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അരീനിയസ് ഇക്വേഷന്റെ ബേസിസിൽ, അതുകൊണ്ട് ഈ ഇക്വേഷന്റെ ബേസിസിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഈ ഇക്വേഷന്റെ ബേസിസിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കാം കേട്ടോ. ഇത് വായിച്ചിട്ട് ഞാൻ വരയ്ക്കട്ടെ. ഈ ഇക്വേഷൻ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഞാൻ അരീനിയസ് ഇക്വേഷന്റെ ബേസിസിലുള്ള ഗ്രാഫ് വരയ്ക്കാം കേട്ടോ. 1/t, ഇവിടത്തെ T ടെമ്പറേച്ചർ ആണ്, ടൈം അല്ല. ഓക്കെ അല്ലേ? നമ്മുടെ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ്. സോ ഇവിടെ T എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ ആണ്, സമയമല്ല കേട്ടോ. ശ്രദ്ധിക്കണം. ഇവിടെ ലോഗ് K, അതായത് റേറ്റ് കോൺസ്റ്റന്റ് ആണ് K അല്ലെ? ലോഗ് K ആണ്. ഇങ്ങനെയാണ് നമ്മുടെ സ്ലോപ്പ് വരിക. നെഗറ്റീവ് സ്ലോപ്പ് ആണ് അല്ലെ? ഇവിടത്തെ ഇന്റർസെപ്റ്റ് ഇതാണ്. ഇവിടത്തെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് A ആണ്. A എന്ന് വെച്ച് കഴിഞ്ഞാൽ അരീനിയസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പിന്റെ വാല്യൂ എത്രയാ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് EA by R. EA എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി. സോ മൈനസ് EA by R ആണ്. സോ ഇതാണ് ഗ്രാഫ്. ക്ലിയർ അല്ലേ? ഗ്രാഫ് ബേസ്ഡ് ഓൺ അരീനിയസ് ഇക്വേഷൻ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ദാറ്റ് ഇസ് കെമിക്കൽ കൈനറ്റിക്സ് 4th ചാപ്റ്റർ കഴിഞ്ഞു. ഒരുപാട് കോൺസെപ്റ്റ്സ് ഒന്നുമില്ല അതിനകത്ത് പഠിക്കാൻ. ഈസി ചാപ്റ്റർ ആണ്. മനസ്സിൽ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഫോർ ദ വീഡിയോസ് വേണ്ടി വെയിറ്റ് ചെയ്യാം. റാപ്പിഡ് കോഴ്സിൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.